കാർഷിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വെളിയച്ചാൽ സ്വദേശി അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ പരീക്ഷണാർത്ഥം പരിപാലിച്ചു വരുന്ന വാനിലത്തോട്ടമാണ് ഈ കാണുന്നത്. നൂതന രീതിയിൽ PFP പോസ്റ്റുകളിൽ വളരുന്ന വാനിലച്ചെടിയിൽ ജോബി പരാഗണം ചെയ്യുന്ന രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ, കോതമംഗലത്ത് വെളിയച്ചാൽ എന്ന സ്ഥലത്ത് വിർഗോ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ MD ആണ്. ഇതിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് പോളിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു 6 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത്, പറ്റുന്നത്ര 1 മണി വരെ പോകാതിരിക്കുക എന്നുള്ളത്, രാവിലെ ഫ്ലവർ ചെയ്തിരിക്കും. ആ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. ആ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്ന രീതി ഞാനത് കാണിച്ചു തരാം. ഒരു ഫ്ലവർ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മാറ്റുക. ഇതിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ ഈ ഫ്ലാപ്പ് അങ്ങ് പൊക്കുക. ഇതിൻ്റെ അടിയിലാണ് ഈ പൂമ്പൊടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ചെറുതായിട്ട് 1, 2, 3 തവണ, കൂടുതൽ ഞെക്കരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പൂമ്പൊടിയായിട്ട് അത് യോജിച്ചോളും. ഇതൊരു നമുക്ക് 4 ദിവസം കഴിയുമ്പോൾ, ഒരു 4 ദിവസത്തിനകത്ത് അറിയാം ഇതിങ്ങനെ ഇത് നമ്മുടെ സക്സസ്ഫുൾ ആയോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ പൂ പൊഴിയാതൊരു 4 ദിവസം നിൽക്കും. അപ്പോൾ പിന്നെ അത് അല്ലെങ്കിൽ അത് പൊഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പൊഴിഞ്ഞ താഴെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ ഈ പോളിനേഷൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാര്യം എനിക്ക് ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും എനിക്ക് അധികം തൈ ഇവിടെ ഇല്ല. ഞാനത് കുറേ കാലമായിട്ട് ഇങ്ങനെ പ്രഷ്യസായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് തൈകളുള്ളൂ. പരീക്ഷണാർത്ഥം ഞാൻ ആ PFP പോസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. രാവിലെ വന്ന് ഞാനൊരു ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴത്തേനും പ്രവൃത്തി വന്നിട്ട് ഒരു ചെടിയെ തന്നെ ധാരാളം പൂക്കൾ കാണും. അപ്പോൾ ഈ പൂക്കൾ ഞാൻ പോളിനേറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ എനിക്കറിയത്തില്ല, എന്തോ ഒരു കൃഷിക്കാരന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് വേണം വീടിൻ്റെയൊക്കെ പരിസരത്ത് നമ്മളൊരു 10 25 പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് നമുക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ച് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ വളരെ സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിന് കണ്ടമാനം ഹ്യൂമസ് വേണ്ട, മണ്ണിൽ ഒത്തിരി ഹ്യൂമസ് വേണം, ഹ്യൂമസ് ക്ലേദം. അപ്പോൾ അതിന് നമ്മൾ ഒത്തിരി നന്നായിട്ട് കരിയിലൊക്കെ മൾച്ച് ചെയ്ത് കൊടുക്കണം. ജൈവവളം, ഞാൻ രാസവളം ഉപയോഗിക്കാറില്ല, ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജൈവവളം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ജൈവവളമുണ്ട്, ഉഗ്രൻ ജൈവവളം എന്നതിൻ്റെ പേര്. ഞാൻ ആ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹൈറ്റ് നമ്മൾ ഒത്തിരി ഹൈറ്റ് ആകാൻ പാടില്ല. ഏകദേശം ഞാൻ പല ഹൈറ്റിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പരീക്ഷണാർത്ഥം പല കാര്യം ചെയ്തതാണ്. അപ്പോൾ PFP പോസ്റ്റിൻ്റെ ഇതിൽ കുരുമുളക് ചെയ്യുന്ന പോസ്റ്റിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുണ്ടാക്കിയ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പരീക്ഷണാർത്ഥം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചിലതിന് ഹൈറ്റ് കൂടുതൽ, അത്ര ഹൈറ്റ് പാടില്ല.